നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്ന് കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നടരാജനെ തൊഴുതു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളിനി എന്താ ചെയ്യുന്നേ? ധ്യാന ശ്ലോകം ചൊല്ലും അല്ലേ? ഇന്ന് ആരാ ധ്യാന ശ്ലോകം പറഞ്ഞു കൊടുക്കുന്നേ? നീരദ. നീരദ പറഞ്ഞു കൊടുക്കണം. എല്ലാവരും ഏറ്റു ചൊല്ലണം കേട്ടോ. ഓക്കെ, ചൊല്ലിക്കോ നീരദ. എല്ലാവരും നല്ലതായിട്ട് ചൊല്ലിയല്ലോ. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? ആംഗികം ഭുവനം യസ്യ എന്ന് വെച്ചാൽ എന്താ? ഇത് ആരെക്കുറിച്ചുള്ള ശ്ലോകമാണ്? അത് പറഞ്ഞേ. മഹാദേവനെ കുറിച്ചുള്ള. നമ്മൾ ഇതിനെ എന്ത് പറയും? ധ്യാന ശ്ലോകം അല്ലെങ്കിൽ നടരാജ ശ്ലോകം എന്നും പറയും. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ആംഗികം ഭുവനം യസ്യ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ലോകം ആരുടെ ശരീരമാകുന്നതോ, അല്ലെങ്കിൽ ഈ ലോകത്തെ ശരീരമാക്കി വെച്ചിട്ടുള്ളവൻ ആരോ അല്ലേ? ഇനി അടുത്തത് ആംഗികം ഭുവനം യസ്യ വാചികം സർവവാഗ്മയം എന്ന് വെച്ചാ എന്താ? എല്ലാ ശബ്ദങ്ങളെയും വാക്കുകളാക്കി വെച്ചിട്ടുള്ളവൻ ആരോ. പിന്നെ അടുത്തത് ആഹാര്യം ചന്ദ്രതാരാദി എന്ന് വെച്ചാ അതെ, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആഭരണമാക്കി വെച്ചിട്ടുള്ളവനാരോ. അത് കഴിഞ്ഞിട്ട് തം നുമസ് സാത്വികം ശിവം എന്ന് വെച്ചാ അങ്ങനെയുള്ള സാത്വികനായ മഹാദേവനെ നമസ്കരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ധ്യാന ശ്ലോകം. ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥവും ഇതാണ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഏത് ശ്ലോക ചൊല്ലുന്നേ? ഓക്കെ, അതാര് ചൊല്ലിക്കൊടുക്കും? ആതിഥേയ ചൊല്ലിക്കൊടുക്കും. ചൊല്ലിക്കട്ടെ, കേക്കട്ടെ. അതെ, ഇത് ആരെ സ്തുതിച്ചോണ്ടുള്ള ശ്ലോകം എന്നാ പറഞ്ഞേ? ശ്ലോകം. ഓക്കെ, ഭൂമിദേവി ശ്ലോകം നമ്മൾ ചൊല്ലുന്ന എന്തിനാ? എല്ലാവരോടും പറയുമ്പോൾ കിട്ടുന്നില്ല. അതായത് നമ്മൾ ഭൂമിദേവിയുടെ മുകളിൽ ചവിട്ടിയല്ലേ നമ്മൾ ഡാൻസ് കളിക്കുന്നേ. അപ്പോൾ നമ്മൾ ഒരാളെ എപ്പോഴും ചവിട്ടുമ്പം അവർക്ക് വേദനിക്കൂലേ? അതേപോലെ തന്നെ മാപ്പ്. നമ്മൾ ഭൂമിദേവിയോട് ക്ഷമ പറഞ്ഞിട്ടാണ് നമ്മൾ ഭൂമിദേവിയെ മുകളിൽ ചവിട്ടി കളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഭൂമിദേവിയോട് ക്ഷമ ചോദിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാദങ്ങൾക്ക് ശക്തി തരണേ, ആരോഗ്യം തരണേ, ബലം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഭൂമിദേവിയെ സ്തുതിച്ച് ഭൂമിദേവി ശ്ലോകം ചൊല്ലുന്നു. ഇനി നമ്മൾ എന്ത് ശ്ലോക ചൊല്ലുന്നേ? ഗുരുവന്ദനം. ഗുരുവന്ദനം ആരാ ചൊല്ലിക്കൊടുക്കുന്നേ? ഓക്കെ, ആരാധ്യ. ആരാധ്യ ചൊല്ലിക്കൊടുത്തേ. ഗുരുവന്ദനത്തിലൂടെ നമ്മൾ ഗുരുക്കന്മാരെയൊക്കെ വന്ദിക്കുന്നു അല്ലേ? ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് നമുക്ക് വിദ്യ പറഞ്ഞു തരുന്ന ടീച്ചർ അല്ലെങ്കിൽ സാറ്. ഡാൻസ് ക്ലാസ് മാത്രമല്ല, ഏത് വിദ്യയും നമുക്ക് പറഞ്ഞു തരുന്ന അധ്യാപകർ ദൈവത്തിന് തുല്യമാണ് അല്ലേ?
അപ്പം നമ്മൾ ആ ഒരു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും വേണം പഠിക്കാൻ. എന്ത് പഠിച്ചാലും, ഡാൻസ് ആയാലോ പാട്ടായാലോ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണെങ്കിലോ എന്താണെങ്കിലും ആ സ്നേഹത്തിലും ബഹുമാനത്തിലും വേണം നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണാൻ, അല്ലേ? ശരി, ഇനി നമ്മൾ എന്ത് ശ്ലോക ചൊല്ലുന്നേ? ശരി, ഹനുമാൻ ശ്ലോകം ആരാ ചൊല്ലിക്കൊടുക്കുന്നേ? വേദിക. ശരി, ചൊല്ലിക്കൊടുത്തേ. അതെ, ഹനുമാൻ ശ്ലോകം നമ്മൾ ചൊല്ലുന്നതോ നമുക്ക് ബുദ്ധി, ശക്തി, ബലം ഒക്കെ ഉണ്ടാവണം. പിന്നെ മടി ഉണ്ടാവരുത്. നമുക്ക് പഠിക്കാൻ എന്ത് വേണം? മടി ഉണ്ടായാൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. മടി ഉണ്ടാവരുത്, രോഗങ്ങൾ ഉണ്ടാവരുത്, അലസത ഉണ്ടാവരുത്. അതിനൊക്കെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹനുമാൻ ശ്ലോകം ചൊല്ലുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നമ്മളുടെ ശ്ലോകങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞു ഇല്ലേ? ഇനി നമുക്ക് നമസ്കാരം ചെയ്യാം. ഓക്കെ. ഏതൊക്കെ ദേവീ ദേവന്മാരെ വണങ്ങുന്ന അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ആര് പറയും? ഇങ്ങനെ ചെയ്യുമ്പോൾ അഷ്ടദിക്പാലകരെ മോളിൽ വരുമ്പോൾ നമ്മൾ പരക്രമം ചെയ്യും. നെറ്റിയുടെ അവിടെ വരുമ്പോൾ ഗുരുക്കന്മാരെ, നെഞ്ചിന്റെ അവിടെ വരുമ്പോൾ സഭാവാസികളെ. നമ്മൾ ഭൂമിദേവി തൊട്ടുകൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദൈവങ്ങളെയും പരബ്രഹ്മത്തെയും അഷ്ടദിക്പാലകരെയും എല്ലാവരും വണങ്ങി കഴിഞ്ഞാണ് നമ്മൾ നൃത്തം ചെയ്തു തുടങ്ങുന്നത്. നമ്മൾ ഡാൻസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ക്ലാസ്സിലും ചെറിയ എക്സസൈസ് ചെയ്യാറുണ്ട്. ബോഡി ഒന്ന് വാമപ്പ് ആക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി എല്ലാ ക്ലാസ്സിലും ചെയ്യാറുള്ളതാണ്. അരമണ്ഡലം നിന്ന് എല്ലാവരും അരമണ്ഡലം എന്താ? അരമണ്ഡലം എന്ന് വെച്ചാൽ എന്താ? ഒരാളുടെ പൊക്കത്തെ ഒന്നായിട്ട് കണക്കാക്കിയാൽ അതിന്റെ പകുതിയാണ് അരമണ്ഡലം. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ അരമണ്ഡലം വ്യത്യസ്തമായിരിക്കും അല്ലേ? പൊക്കം ഉള്ള ഒരാളുടെയും പൊക്കം കുറഞ്ഞ ഒരാളുടെയും അരമണ്ഡലം രണ്ടായിരിക്കും. ഓക്കെ, ബോഡി ഷിഫ്റ്റ് ആയി.
ഇങ്ങോട്ടല്ലേ കറങ്ങിയത് അല്ലേ? കറങ്ങ എങ്ങനെ? ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നേ. ഇരുന്നിട്ട് ഇത് പറഞ്ഞേ. ഇനി ഏത് കാല് ബാക്കിൽ വരും? ഈ കാല് ബാക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് വരണം. അങ്ങനെ ശരിയായി. മനസ്സിലായോ? നിങ്ങൾ അടുത്തത് കളിച്ച് മൂന്നാമത്തെ എങ്ങനെയായിരുന്നു? അതിന് ഫുൾ ഇരിക്കണം. ഫുൾ ഇതുപോലെ റൈറ്റിൽ നിന്ന് ഫുൾ ഇരിക്കണം. പറഞ്ഞ് കൈ ഇത് പതാക ഇരിക്കുമ്പോൾ ഒരു പതാക അകത്ത്. ഓക്കെ, കളിച്ച് റെഡി. അത് ക്ലോസ് കൈ ക്ലോസ്. ഓക്കെ, അത് മൂന്നാമത്തെ. ഇനി നാലാമത്തെ. കുത്തക്കത്തി ദിങ്കിണ്ണത്തോ താ തേയ് താം ദി തേയ് താം താ തേയ് താം ദി തേയ് താം. അസംയുക്ത ഹസ്തമുദ്ര ശ്ലോകം. ഓക്കെ, ശ്ലോകം എത്ര എണ്ണം ഉണ്ട് അസംയുക്ത മുദ്രകള്? ഓക്കെ, എന്നാ ശ്ലോകം ചൊല്ലിക്കോളൂ. ഇപ്പം നമ്മൾ അസംയുക്ത ഹസ്തമുദ്രകളും പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ചൊല്ലുന്നേ? സംയുക്ത ഹസ്തമുദ്ര ശ്ലോകമാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എത്ര എണ്ണം ഉണ്ട്? 23. ഓക്കെ, അന്ന് ചൊല്ലിക്കോളൂ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മൾ നമസ്കാരത്തോടുകൂടി നിർത്തുകയാണ്. ക്ലാസ്സിൻ്റെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ പോകുന്നത്.
പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.